വേറെ ഒന്നുമില്ല, ഒരു ട്രാൻസിറ്റ് വിസക്ക് വേണ്ടി അപ്ലൈ ആക്കിയത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വിസ അപ്രൂവ് ആകാത്തത് എന്താണെന്ന് ചോദിച്ചിറങ്ങാന്ന് വിചാരിച്ചു. മെയിലോ ഫോൺ നമ്പറോ കോണ്ടാക്റ്റോ ഒന്നുമില്ല, ഒരു അപ്ഡേറ്റും ഇല്ല. സീത എംബസിക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. എംബസിക്ക് ഇറങ്ങിയതാ, സൗദി എംബസിക്ക്. എംബസിന്ന് ഒരു കാർഡ് തന്നിട്ട് പറഞ്ഞു അൽ റയ്യാൻ ട്രാവൽസിലേക്ക് പോകും. അങ്ങനെ ഞാനും എന്റെ കസിനും നേരെ അൽ റയ്യാൻ ട്രാവൽസിലേക്ക് വിട്ടു. അൽ റയ്യാൻ അവർ പറഞ്ഞു നേരെ തഹസീറിലേക്ക് വിട്ടോന്ന്, ഇസ്താൻ മോളിന്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഇസ്താനിലേക്ക് വിട്ടു. അങ്ങനെ ഇസ്താൻ മോളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് തഹസീർ എന്ന് പറഞ്ഞിട്ട് വിസ സെന്റർ ആണിത്. ഇവിടെ പോയിട്ട് ഞാൻ ട്രാൻസിറ്റ് വിസന്റെ കാര്യങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞ് പ്രൊസീജിയറായി ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് വേറെ തന്നെ, വീണ്ടും അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന്. അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ചു വന്നു. പക്ഷെ നമ്മൾ അത് വിട്ടില്ല. 23-ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് തിരിച്ചു പോകാന്ന് വെയിറ്റിംഗില്ല. അങ്ങനെ നേരെ വക്രക്ക് വിട്ടു, വക്ര ബ്രാഞ്ചിലേക്ക്. നമ്മളെ കസിനാണെങ്കിൽ ഫുള്ള് ബേജാറില്ല. പുള്ളി എനിക്കാ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നതേ. രണ്ടാമത്തെ നോമ്പാകുമ്പോൾ തന്നെ നമ്മളെ സൗണ്ട് കംപ്ലീറ്റ് പോയി. അങ്ങനെ ഞാൻ വക്രയിലെത്തി. നല്ല ആംബിയൻസ് ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പള്ളിയുണ്ട്, നല്ലൊരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു പള്ളി. അവിടുന്ന് അസ്രസ്കരിച്ച് നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ ഞാൻ ബീച്ചിന്റെ സൈഡ് പോകുമ്പോഴാണ് ഈ ഒട്ടകങ്ങൾ ഇങ്ങനെ വരി ആയിട്ട് വരുന്ന കാണുന്നത്. അങ്ങനെ ഞാൻ ദോഹയിലെത്തി. ദോഹയിൽ എത്തുമ്പോൾ തന്നെ നമ്മളെ സ്ഥിരമായിട്ട് വരാനുള്ള കസ്റ്റമർ വന്നു. വേറൊന്നും നോക്കിയില്ല. പിന്നെ കസ്റ്റമർ അകത്തുകൊണ്ടേ ഫുള്ള് നമ്മളെ വകയായിരുന്നു ഇന്നത്തെ പെർഫ്യൂം. ആൾക്ക് നമ്മ തന്നെ ബ്ലെൻഡ് ചെയ്യണമെന്ന് നിർബന്ധമായതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്തു കൊടുത്തു. ആള് ഓൾ ഓവർ വേൾഡ് കറങ്ങുന്ന ഒരു സ്പെഷ്യൽ കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ഫ്രണ്ട് ക്യാപ്പും കൊണ്ടുവരുന്നത്. LRT സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ക്യാപ്പാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്യാപ്പ് അടിപൊളിയായിട്ടുണ്ട്. സോ ഗൈസ് ബൈ.